നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഫലത്തിൽ യുഡിഎഫിന്റേത് ഏകപക്ഷീയമായ വിജയമല്ലെന്ന് മന്ത്രി വി ശിവൻകുട്ടി. അൻവർ നേടിയത് ഇടതുപക്ഷത്തിന്റേതാണ് എന്നാണ് അവകാശവാദം. എന്നാൽ അത് ആരുടെ വോട്ടാണെന്ന് പിന്നീട് ചർച്ച ചെയ്യാമെന്നും ശിവൻകുട്ടി പറഞ്ഞു. ജാതിമത വർഗീയ ശക്തികളുടെയും കമ്മ്യൂണിസ്റ്റ് വിരുദ്ധരുടെയും ഇടതുപക്ഷ വിരുദ്ധരുടെയും ഒക്കെ തന്നെ വോട്ട് വാങ്ങി ജയിച്ചു. പക്ഷേ കോൺഗ്രസിൻ്റെ വോട്ട് മുഴുവൻ അവർക്ക് ശേഖരിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞിട്ടില്ല. ഒരു കണക്ക് തന്നെ നോക്കിയാൽ പ്രിയങ്ക ഗാന്ധി വയനാട് ലോക്സഭയിൽ മത്സരിച്ചപ്പോൾ 65,000 വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് അവിടെ ഉണ്ടായിരുന്നു, ആ മണ്ഡലത്തിലുണ്ടായിരുന്നു. കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖമാണല്ലോ. അപ്പോൾ ആ വോട്ടൊന്നും കിട്ടിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇതൊരു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഏറ്റ ഒരു കനത്ത പരാജയമായിട്ടൊന്നും കാണേണ്ട കാര്യമൊന്നുമില്ല. ഇത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ലഭിക്കേണ്ട വോട്ടുകൾ കിട്ടി, വോട്ട് കുറഞ്ഞിട്ടില്ല. അപ്പം അതുകൊണ്ട് പിന്നെ UDF-നാണ് അവരുടെ ശക്തി കുറച്ചിട്ടുള്ളത്. അൻവറിപ്പം അതൊക്കെ ഇനി പരിശോധിച്ചാലേ അറിയാൻ വേണ്ടി പറ്റുള്ളൂ. അൻവർ അവിടെ കുറേ നാൾ MLA ആയിരുന്ന ആളാണല്ലോ, കുറേ ബന്ധം ഉണ്ടാവുമല്ലോ. ആരെ വോട്ടാണ് പിടിച്ചതിനെ സംബന്ധിച്ചിടത്തോളം ഒരു പരിശോധന നടത്തിയാലേ പറയാൻ വേണ്ടി പറ്റുള്ളൂ. BJP-ക്ക് ലഭിക്കേണ്ട വോട്ടടക്കം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ വോട്ടെന്ന് ഞാൻ പറഞ്ഞത് അവരെല്ലാം ഉദ്ദേശിച്ച് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ആ വോട്ടടക്കം പിടിച്ചുകൊണ്ടാണ് UDF വിജയിച്ചിരിക്കുന്നത്. അത് UDF-ന് ഉണ്ടായിട്ടുള്ള അത്യുജ്വലമായ മുന്നേറ്റമായിട്ടൊന്നും കാണേണ്ട ഒരു കാര്യവുമില്ല.